1941 രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾ സൈന്യത്തിൽ ചേർന്നു. കൂട്ടത്തിൽ 24 വയസ്സുള്ള ലൂഡ്മില പാവ്ലിചെൻകോയും സൈന്യത്തിൽ ചേർന്നു. എന്നാൽ അവളോട് നൈസായി ജോലി ചെയ്യാൻ പറഞ്ഞു. കാരണം അക്കാലത്ത് സ്ത്രീകൾ യുദ്ധഭൂമിയിൽ തോക്ക് പിടിക്കുന്നത് അപൂർവമായിരുന്നു. പക്ഷേ ചെറുപ്പം മുതൽ ഷൂട്ടിങ്ങിൽ പരിശീലനം നേടിയ ലൂഡ്മില അത് നിരസിച്ചു. ഞാൻ മുറിവ് കെട്ടാൻ വന്നതല്ല, എന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു ലൂഡ്മില സ്നൈപ്പർ വിഭാഗത്തിൽ ചേർന്നു. യുദ്ധം തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ തന്നെ അവളുടെ കൃത്യത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ബുള്ളറ്റ് ഒരു എനിമി എന്നായിരുന്നു അവളുടെ ലക്ഷ്യം. ഒഡേസയിലും പിന്നീട് സെവസ്റ്റോപോളിയിലുമുള്ള രൂക്ഷമായ പോരാട്ടങ്ങളിൽ അവൾ ശത്രു സൈനികരെ ഓരോന്നായി വീഴ്ത്തി. അവളുടെ പേര് കേൾക്കുമ്പോൾ ജർമ്മൻ സൈനികർ വരെ ഭയപ്പെടുമായിരുന്നു. ലുഡ്മിലയോടുള്ള ഭയത്തിൽ അവളെ കൊല്ലാനായി പ്രത്യേകം സ്നൈപ്പർമാരെ വരെ അയച്ചു. പക്ഷേ അവരിൽ പലരും തിരിച്ചു പോയിരുന്നില്ല. യുദ്ധത്തിനിടെ 309 ശത്രു സൈനികരെയാണ് അവൾ വീഴ്ത്തിയത്. അവരിൽ 36 പേർ പരിശീലനം നേടിയ സ്നൈപ്പർമാരായിരുന്നു. പിന്നീട് 1942 ഒരു ഷെല്ലിന്റെ സ്ഫോടനത്തിൽ അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം സോവിയറ്റ് സർക്കാർ അവളെ യുദ്ധഭൂമിയിൽ നിന്ന് പിൻവലിച്ചു. അവളെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും അയച്ചു. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റുസവെല്ലിന്റെ ഭാര്യ എലീന റുസവെൽറ്റ് അവളെ സ്വീകരിച്ചു. യുദ്ധഭൂമിയിൽ നിന്ന് പിൻവലിച്ചെങ്കിലും ഇന്നും ലുഡ്മില പാവ്ലിചെൻകോ എന്ന പേര് ഒരു അത്ഭുത പ്രതിഭാസമായി നിലകൊള്ളുന്നു. 309 പേരെ വീഴ്ത്തിയ വനിതാ സ്നൈപ്പർ ലുഡ്മില പാവ്ലിചെൻകോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസും ലോങ് സ്റ്റോറീസും കേൾക്കാൻ ടോക്കി ടോക്കി വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.